ഫുട്ബോളിലെ ഏറ്റവും അപൂർവമായ അവാർഡ് വീണ്ടും എത്തുമോ? 40 വർഷത്തിനു ശേഷം സൂപ്പർ ബാലൻഡിയോർ തിരിച്ചെത്തിയാൽ അത് മെസ്സിക്കോ അതോ റൊണാൾഡോയ്ക്കോ? ഇപ്പോൾ പുറത്തു വന്ന പവർ റാങ്കിംഗ് വലിയ ചർച്ചയാവുകയാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഓഫ്സൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അഭിമാനകരമായ വ്യക്തിഗത പുരസ്കാരമായ സൂപ്പർ ബാലൻഡിയോർ വീണ്ടും നൽകുമെന്ന ചർച്ച ശക്തമാകുന്നു. ഈ അവാർഡ് ഫുട്ബോൾ ചരിത്രത്തിൽ 1989 ഒരിക്കൽ മാത്രം നൽകിയതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലെ മികച്ച പ്രകടനം പരിഗണിച്ചാണ് അന്ന് അൽഫ്രെഡോ ഡി സ്റ്റെഫാനോ അപൂർവ ബഹുമതി സ്വന്തമാക്കിയത്. യോഹാൻ ക്രൈഷും മിഷേൽ പ്ലാറ്റിനിയും പിന്നിലായെത്തി. ഇപ്പോൾ 1989 ശേഷം ഏകദേശം 40 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ 2029 സൂപ്പർ ബാലൻഡിയോർ വീണ്ടും നൽകുമോ? ഈ ചർച്ച ആരാധകർക്കിടയിൽ സജീവമാണ്. ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ചില സൂചനകൾ ആരാധകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം പ്രമുഖ ഫുട്ബോൾ പ്ലാറ്റ്ഫോമായ സ്കോർ 19 പുറത്തിറക്കിയ സൂപ്പർ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ ലയണൽ മെസ്സിയാണ് 1ാം സ്ഥാനത്ത്. 8 ബാലൻഡിയോർ കിരീടങ്ങളുമായി മെസ്സിയെ പ്രധാന ഫേവറേറ്റ് ആയിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. ടോപ്പ് 10 പവർ റാങ്കിംഗ്: ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, റൊണാൾഡോ നസാരിയോ, സിനദിൻ സിദാൻ, റൊണാൾഡീഞ്ഞോ, മാർക്കോ വാൻ ബാസ്റ്റൻ, ലൂക്ക മോഡ്രിച്ച്, റോബർട്ടോ ബാജിയോ, ജോർജ് വി, കക്ക. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റാങ്കിംഗ് സ്കോർ 19 തയ്യാറാക്കിയ വിലയിരുത്തലാണ്. 2029 സൂപ്പർ ബാലൻഡിയോർ നൽകുമെന്നോ വിജയാരാകുമെന്നോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. മെസ്സിയാണോ ഈ അപൂർവ നേട്ടത്തിന് ഏറ്റവും അർഹൻ, അതോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മറ്റാരെങ്കിലും ആണോ? കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി മല്ലു ഓഫ്സൈഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. സീ യു സൂൺ.